determinant of 2 by 2 matrix എങ്ങനെയാണ് പറയാം? A is equal to A11, A12, A21, A22 ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് A ഡിനോട്ട് ചെയ്യാൻ എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം. Find the determinant of evaluate question വരുന്ന ആൻസർ നമുക്ക് x plus 1 x minus 1 x determinant is x plus 1 x minus 1 x 1 അല്ലേ 1 x square minus x square plus 1. ഇനി നമ്മൾ 3/3 മെട്രിക്സ് ആണെങ്കിൽ എന്താ ചെയ്യണം? അല്ലെങ്കിൽ റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. Evaluate the determinant of 1, 2, 4, minus 1, 3, 0, 4, 1, 0. minus 52. Minus 52. Next question. Show that find the value of x. Find the value of x. Determinant ഇതിനോട് ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഉണ്ട്. plus or minus 6. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സസൈസിൽ വരുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനും വരുള്ളൂ. റോ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. അപ്പം അതൊന്നുമില്ലല്ലോ. പിന്നെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് വെർട്ടീസസ് എന്താണ്? x1 y1 x2 y2 x3 y3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഡിറ്റർമിനന്റ് ഓഫ് x1 x2 x3 y1 y2 y3 1 1 1. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. വെർട്ടീസസ് മാത്രം മതി അപ്പോൾ നമുക്ക് ട്രയാങ്കിളിന്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് 3,8 -4,2 5,1.
ആ 61 1/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഏരിയ ഈസ് ഈക്വൽ ടു എന്താ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വെർട്ടിസസ് K0 40 0,2. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെ എത്ര കിട്ടിയ? 2 വാല്യൂസ് കിട്ടില്ലേ കെയിന്? പ്ലസ് ഓർ മൈനസ് അങ്ങനെ വന്നാ? അതായത് ഇങ്ങനെയാണ് വന്നത്, -1/2 ഇൻറ്റു -2k + 8 ഈക്വൽ ടു -k+4. ഇങ്ങനെയാണോ വന്നത്? പിന്നെ എങ്ങനെ വന്നത്? ആ 002. ആ ഒരെണ്ണം 0 വരും, ഒരെണ്ണം 8 വരും. ഇവരെന്ന് വെച്ചാൽ ഏരിയ എപ്പോഴും എന്തായിരിക്കുള്ളൂ? പോസിറ്റീവ് ആയിരിക്കുള്ളൂ. നെഗറ്റീവ് ആണ് വാല്യൂ കിട്ടണമെങ്കിൽ പോസിറ്റീവ് പറയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ -4 കൂടി കൺസിഡർ ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് ഇത് കിട്ടില്ലേ? അപ്പോൾ -k+4 ഈക്വൽ ടു 4 എന്നും കൺസിഡർ ചെയ്യുക. കേസ് 2 എന്താക്കണം? കേസ് 1 ഇത്, കേസ് 2 എന്ന് പറയുന്നത് -k+4 ഈക്വൽ ടു -4 കൺസിഡർ ചെയ്യാം. രണ്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ എടുക്കണം. ഏരിയ എന്തായാലും നമ്മൾ നെഗറ്റീവ് എടുക്കില്ല, പക്ഷെ വെർട്ടിസസ് ആയതുകൊണ്ടിട്ട് നെഗറ്റീവും വരാമല്ലോ. 8ഉം 0. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ 8ഉം 0 കൂടി അതും കൂടി എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താ? മൈനർ ആൻഡ് കോഫാക്ടർ. അപ്പോൾ ഒരു 2x2 മെട്രിക്സിന്റെ മൈനർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർചേഞ്ച് ദ ഡയഗണൽ എലമെന്റ്സ്. അത് മാറ്റി അല്ലല്ല, സോറി. മൈനർ എന്ന് പറയുന്നത് നമ്മളിത് 2ന്റെ എന്ന് പറയുന്നത് നമ്മൾ M11 എടുക്കാം. ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിയുമ്പോൾ ഇതിന്റെ നേരെ കിടക്കുന്ന ഓപ്പോസിറ്റ് അത് 3 ആണ്. അപ്പോൾ M12 0, M21 -4. അപ്പോൾ അതെല്ലാം റോയും കോളവും നമ്മൾ കളയണം. അപ്പോൾ M22 എന്ന് പറയുന്നത് 2 ആണ്. കോഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 എന്തായിരിക്കും? I+j ആയിരിക്കും കോഫാക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് 2, 4, 1, 3. 2, 4, 1, 3.
3 -1 ആ. ഇനി അടുത്ത് 3/3 മെട്രിക്സ് ആണെങ്കിലോ? ഫോർ എക്സാമ്പിൾ 1 0 0 0 1 0 0 0 1 ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മൈനർ ഓഫ് M11 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. M11 ആണെങ്കിൽ നമ്മൾ അതുള്ള റോയും കോളവും കളയാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ എന്തെടുക്കണം? ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? M11 എന്ന് പറയണത് ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് വൺ കേട്ടോ. അപ്പോൾ M21 എന്ന് പറയണതോ? M2 എന്ന് പറയണത് ഇതായിരിക്കും അല്ല. M12 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതുള്ള റോയും കോളവും കളഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെ എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൻ്റെ മൈനർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കോഫാക്ടർ ഞാൻ പറയുന്ന എലമെൻസിൻ്റെ മൈനറും കോഫാക്ടർ. M11 കണ്ടുപിടിക്കാം. A11 M21 A21 M22 A22 ഇത് മാത്രം കണ്ടുപിടിച്ചു. അല്ല A21 എന്താ? ഫസ്റ്റിൻ്റെ മൈനർ എന്താ? കോഫാക്ടർ 1. സെക്കൻഡിൻ്റെ മൈനർ 1 കോഫാക്ടർ 0. തേർഡിൻ്റെ മൈനർ 1 M21 M21 എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഇതല്ലേ ഇത്. അപ്പോൾ 1 മൈനസ് ഇത് കളയും. അപ്പോൾ മാറിപ്പോയാ M21 0 മാറിപ്പോയി. 101 A22 1. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് A11 A12 A13 A21 എക്സെട്രാസ് ടു A31 A32 A33 ആണെങ്കിൽ ഇതിൽ ഈ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് A11 പ്ലസ് അതായത് ഈ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ A11 അല്ലേ പ്ലസ് പിന്നെ അടുത്ത എലമെൻറ്റ് എന്താ? A2 ഫസ്റ്റ് റോയിലെ കാര്യമാണ് പറയണത്. A11 A21 അടുത്തത് A21 പിന്നെ എന്തായിരിക്കും? A21 പ്ലസ് A31 എന്ന് പറയുന്നത് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയണം? അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ A11 അതിൻ്റെ കോഫാക്ടറും പ്ലസ് സെക്കൻഡ് റോയിൽ അതിൻ്റെ കോഫാക്ടറും പ്ലസ് ഇതെന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റിൻ്റെ അങ്ങനെ എടുത്താലും സെയിം തന്നെയായിരിക്കും. അടുത്ത അഡ്ജോയിന്റ് അല്ലേ? മൈനറും കോഫാക്ടറും അഡ്ജോയിന്റും വരെയുള്ളല്ലേ അതിൻ്റെ അകത്ത്? അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക, മറ്റേ എലമെന്റ്സിന് എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. 2/2 ആണെങ്കിൽ 3/3 ആണെങ്കിലാ അതായത് 2/2 ആണെങ്കിൽ ഇപ്പോൾ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക, സൈൻ മാറ്റുക. 3/3 ആണെങ്കിൽ എന്താ? കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്തെടുക്കണം? ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ അത്രയും ചെയ്യണം കേട്ടോ. അതറിയാമല്ലോ എങ്ങനെയാണെന്ന്. പിന്നെ 2 തിയറം വരുന്നുണ്ട് അവിടെ. സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? എ സ്ക്വയർ മെട്രിക്സ് A സെറ്റ് ടു ബി സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കും?
ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും സിംഗുലർ ആണെങ്കിൽ. സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഒരു ഡെഫിനേഷൻ. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 കിട്ടുന്ന സിംഗുലർ, അത്രേ ഉള്ളൂ, വേറെ ഇല്ല. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 കിട്ടുകയാണ്. എക്സാം ഇല്ലേ നാളെ? മോഡൽ കഴിഞ്ഞാ എങ്ങനെയുണ്ടായി? നാളെ ഏരിയ അതൊക്കെ കിട്ടില്ലേ? റിവിഷൻ എന്ത് പറ്റി? ആ അവൾക്ക് വയ്യായിരുന്നു. ഒരു ക്വസ്റ്റൻ എഴുതിയോളാ നീ? ഒരു അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ രണ്ട് മെട്രിക്സ് എയും ബിയും സെയിം ഓർഡർ ആണ്. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/2 ആകാം. രണ്ടും 2/2 ആണെങ്കിൽ മറ്റേതും 2/2 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയും ബി എയും എന്തായിരിക്കും? എയും ബിയും എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? സെയിം ഓർഡറും ആയിരിക്കണം, നോൺ സിംഗുലറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ബിയും ബി എയും എന്തായിരിക്കും? നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കുള്ളൂ. എയും ബിയും സെയിം ഏതാ? സിംഗുലർ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 കിട്ടണം. ഇവിടെ എയും ബിയും എന്താണ്? സെയിം ഓർഡറുള്ള മെട്രിക്സ്. ഇത് 1/3 ആണെങ്കിൽ ഇത് 1/3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഇത് 1/3 ആയിരിക്കണം, നോൺ സിംഗുലർ ആയിരിക്കണം. രണ്ടും നോൺ സിംഗുലർ ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കുള്ളൂ. ബി എയും എന്തായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കും. ആ രണ്ട് തിയറം പോലെ പറയണതാ. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? അതായത് 1 ഒരു മെട്രിക്സ് എന്റെ ഇൻവേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ് ആണ്. അതെങ്ങനെയാണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ മോൾ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം? മൈനർ എടുത്ത് കോഫാക്ടർ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇവിടെ മൂന്ന് ലീനിയർ ഇക്വേഷൻസ് ആണ് തന്നേക്കണം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാത്തിലും അതിന്റെ കോഎഫിഷ്യന്റുകൾ എന്തൊക്കെയാ? എക്സും വൈയും ഇസറ്റും ആണ്. ഇവിടെയൊക്കെ നമ്പറുകളായിരിക്കുള്ളൂ. എയും B1ഉം C1ഉം നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം മെട്രിക്സ് ആക്കി ചെയ്താ A1 എന്താ B1 C1 A2 B2 C2 പിന്നെ എന്താ A3 B3 C3 എന്ന് പറഞ്ഞാക്കി എഴുതുക. പിന്നെ ഉള്ള വേരിയബിൾസ് ഏതൊക്കെയാ? എക്സ് വൈ ഇസെറ്റ്. അതിന് നമ്മൾ കോളം മെട്രിക്സ് ആക്കിയത് എക്സ് വൈ ഇസെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? D1 D2 D3 ആയിരിക്കും.
ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിച്ചേക്കണം ഇവര്? അതായത് x is equal to a inverse b ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ x is equal to എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? a inverse കണ്ടുപിടിക്കുക. ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് a inverse കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? b വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. b എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിരിക്കും. ആ കാര്യം മാത്രം ഓർത്താൽ മതി കേട്ടോ. ഇതെടുക്കാനാണ്, ഇത് കണ്ടുപിടിക്കാനാണ് നീ സമയം എടുത്തത്. അപ്പൊ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണേ? എക്സും വൈ സെറ്റ് എന്ന് പറയുന്നത് ഈ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസാ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് എടുക്കുക. ആ ഇൻവേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആയിരിക്കുമല്ലോ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത്രയൊന്നും ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് തരാം ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ അതൊന്ന് ചെയ്തു വെക്കാം. ബുക്ക് ടെക്സ്റ്റിനാ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയാൽ മതി. ആ ഇക്വേഷൻസ്, മൈനർ, കോഫാക്ടർ, പിന്നെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ. അത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ആവുള്ളൂ. ഫാൻ വേണ്ടടാ, ഫാൻ ഇത് ഓൺ ചെയ്യാം. ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്. എന്റെ ഞാൻ അവിടെ ക്രിസ്തു ഇരുന്നോളാം. ഞാൻ എല്ലാ ദിവസവും നാസ്ത പിന്നെ എന്റെ സീറ്റ് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ പേടിയാവണേ. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് സെലിബ്രേഷൻ. എനിക്ക് തോന്നുന്നു ഈ സൺഡേ വയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് ചെയ്തോട്ടോ ക്രിസ്മസ്.
ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഇങ്ങനെ മാത്രം ഇട്ടാൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വണ്ണിന് ആൻസർ ഇനി എല്ലാം ചെയ്തിട്ട് നോക്കാം ലാസ്റ്റ്. ഡിസ്കസ് ചെയ്യേണ്ട, നിങ്ങൾ തന്നെ ചെയ്തു, നല്ല സ്പീഡാവുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം.
എന്താടാ ഏ സെക്കൻഡും തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് കിട്ടില്ല. ആ ശരി. എന്താണ് ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഇത് മുമ്പ് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതൊന്നും മനസ്സിലാവില്ല. അവളെന്തോ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇൻവേഴ്സ് എടുക്കാനല്ലേ അഡ്ജോയിൻ. അപ്പം നീ അവൻ്റെ നോക്കണ്ട, നീ ലാസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ ഇതിനെ നോക്കി പറയാം. ഷോർട്ട് കട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എക്സാമിന്. അല്ല ബോർഡ് എക്സാം അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് കോളത്തിൽ ചെയ്യണം കേട്ടോ അത്. എന്നിട്ട് ആൻസേഴ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. വർക്കിംഗ് കോളൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ആ ഒരെലമെൻറ്റിൻ്റെ സാധാരണ ചെയ്യണ പോലെ എടുത്ത് വയ്ക്കാം. ബാക്കിയുള്ളത് നീ പറഞ്ഞ മെത്തേഡിൽ അത് രീതി ചെയ്യാം.
Status quo.